ഹലോ നീറ്റ് ആസ്പിരൻസ് IF ആണ് റേസ്. എടാ കഴിഞ്ഞ വർഷം നീറ്റ് എക്സാമിന് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. നമുക്കറിയാം പുതിയ NCERT വെച്ചിട്ട് റെഡ്യൂസ്ഡ് സിലബസ് ആണ് നമ്മൾ മെയ് 5-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ പല കുട്ടികൾക്കുള്ള സംശയമാണ് ആ ഒരു എക്സാമിൻ്റെ വെയിറ്റേജ് എങ്ങനെയായിരിക്കും, ഓരോ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യുന്നത് എത്ര ക്വസ്റ്റ്യൻ ആയിരിക്കും. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് നമ്മുടെ ബയോളജിയിലുണ്ട്, അതുപോലെ കെമിസ്ട്രിയിൽ ഒരുപാട് ഇനോർഗാനിക് ചാപ്റ്റേഴ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് നമുക്കതൊന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം നമ്മുടെ ഫിസിക്സ് സബ്ജക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ യൂണിറ്റിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്. അതിൽ നിന്ന് ഏകദേശം 6% നമുക്കറിയാം ഫിസിക്സിൽ 50 ചോദ്യമാണ്. അതിൽ സെക്ഷൻ എയിൽ 35ഉം സെക്ഷൻ ബിയിൽ 15 ചോദ്യമാണ്. ആ സെക്ഷൻ ബി 15 എണ്ണത്തിൽ 10 എണ്ണം മാത്രമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ കൈനമാറ്റിക്സ് ആണെങ്കിൽ ഏകദേശം 6%. അതുപോലെ ലോസ് ഓഫ് മോഷൻ ആണെങ്കിൽ 2%. വർക്ക് എനർജി പവറിന് 4% അടുത്ത് ക്വസ്റ്റ്യനും 50 മാർക്കിന് 50 ചോദ്യത്തിൽ നിന്നുള്ള ശതമാനമാണ് കേട്ടോ. മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി അതിൽ നിന്നും 6%. അതേപോലെ നമ്മൾ ഗ്രാവിറ്റേഷൻ നോക്കുകയാണെങ്കിൽ 4% എടുത്തും. അതുപോലെ ഓരോ ചാപ്റ്റേഴ്സും പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ ദാറ്റ് ഈസ് 6%, തെർമോഡൈനാമിക്സ് 2%, കൈനറ്റിക് തിയറി 2%, ഓസിലേഷൻ ആൻഡ് വേവ്സ് 4%. അപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രത്യേകിച്ച് ഇന്ന ചാപ്റ്ററിന് അധികം വെയിറ്റേജ് കൂടുതൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇലക്ട്രോസ്റ്റാറ്റിക്സും അതുപോലെ കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയ, അതുപോലെ ഒപ്റ്റിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 8% എടുത്തു, ഡുവൽ നേച്ചർ 6%, ആറ്റംസ് ആൻഡ് മോഡൽസ് 4%. അപ്പോൾ ഇങ്ങനെയുള്ള വെയിറ്റേജ് നമുക്ക് ഈ വർഷവും നമുക്ക് ഏകദേശം ഇതേപോലെ തന്നെയാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ നമുക്ക് ഏത് സബ്ജക്റ്റിലാണ് വ്യത്യാസം വരിക എന്ന് ചോദിച്ചാൽ നമുക്ക് ഏകദേശം നോക്കിക്കേ, അതായത് 3-4 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ അത് ഇമ്പോർട്ടൻസ് കൊടുക്കണം. 4ഓളം ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിച്ച ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഈ കാണുന്ന റൊട്ടേഷണൽ മോഷൻ ആയാലും, അതുപോലെ തെർമോഡൈനാമിക്സ്, അതുപോലെ നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ചാപ്റ്റർ, കറണ്ട് ഇലക്ട്രിസിറ്റി, അതുപോലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് നമ്മൾ +2 റേ ഓപ്റ്റിക്സ്, അതുപോലെ സെമി കണ്ടക്ടർ. 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറ് മെയിനായിട്ട് നമ്മുടെ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, ഗ്രാവിറ്റേഷൻ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഓക്സിഡേഷൻ. ഇതിനൊക്കെ നമുക്ക് ഏകദേശം 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. അതേപോലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ആൾട്ടർനേറ്റിംഗ് കറന്റ്, നമ്മുടെ AC, വേവ് ഓപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ന്യൂക്ലിയർ. ഈ ചാപ്റ്റേഴ്സൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാക്സിമം 3 ക്വസ്റ്റ്യൻസ് ആണ് കാണാറ്. അതുപോലെ നമ്മളിനി ബയോളജിയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളെ നീറ്റ് എക്സാമിന് 100 ക്വസ്റ്റ്യൻ ബയോളജി എന്നാണ് ചോദിക്കാറ്. അതിൽ നമുക്ക് ബോട്ടണി സുവോളജി ഉണ്ടാവാറുണ്ട്. 90 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ സെക്ഷൻ ബിയിലല്ലേ, നമ്മുടെ സുവോളജിയിൽ 5 ക്വസ്റ്റ്യനും സെക്ഷൻ ബിയിൽ ബോട്ടണിയിലുള്ള 5 ക്വസ്റ്റ്യൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാനിവിടെ യൂണിറ്റിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേഴ്സിറ്റി ഓഫ് ലിവിംഗ് ഓർഗാനിസം നമുക്ക് 11% ആ യൂണിറ്റിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് 7%, സെൽ സ്ട്രക്ചറിന് 8%, പ്ലാൻ ഫിസിയോളജി നമുക്കറിയാം 2 ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 7%. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന വർഷത്തിൽ ഒരു 5% നമുക്ക് അവിടുന്ന് ചോദിക്കും. ഹ്യൂമൻ ഫിസിയോളജി 18% ചോദ്യമാണ് അവിടുന്ന്. നിങ്ങൾ 50 സുവോളജി, 50 ബോട്ടണി, അങ്ങനെ 100 ക്വസ്റ്റ്യനിൽ 18% നമ്മളെ, അതായത് 18ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഹ്യൂമൻ ഫിസിയോളജി എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മൾ +2 സെഷനിലേക്ക് പോവുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ ഭാഗത്ത് നിന്ന് 11%, ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ 19%. അപ്പോൾ ബയോളജിൻ്റെ കേസിൽ ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ, അതേപോലെ നമ്മളെ ഹ്യൂമൻ ഫിസിയോളജി രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ ഏകദേശം 38% ചോദ്യം ഈ ചാപ്റ്റേഴ്സിൽ നിന്നാണ്. അതുപോലെ മൈക്രോബ്സ് 4%, ബയോടെക്നോളജിയിലെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട് 10%. അതുപോലെ ഇക്കോളജി ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 5%. ഇനിയോ നമുക്ക് 5 ക്വസ്റ്റ്യൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനിമൽ കിങ്ഡം, അതുപോലെ സെല്ലിൻ്റെ ചാപ്റ്റേഴ്സും, അതുപോലെ നമ്മളെ ജെനറ്റിക്സും ബയോടെക്നോളജിയും. ഇവിടെ നമുക്ക് 5 ചോദ്യങ്ങൾ നമുക്ക് എല്ലാ എക്സാമിനും കാണാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് എല്ലാ ചാപ്റ്ററിനും ഉണ്ടെങ്കിലും ഇതിലുള്ള MCQs നിങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കണം. അതുപോലെ 4 ക്വസ്റ്റ്യൻ്റെ അടുത്ത് ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സാണ് നമ്മളെ ബോട്ടണിയിലുള്ള പ്ലാന്റ് കിങ്ഡം, സെല്ലിൻ്റെ ചാപ്റ്റർ, ബയോമോളിക്യൂൾസ്, അതുപോലെ ഫോട്ടോസിന്തസിസ്, അതുപോലെ നമ്മുടെ ഫിസിയോളജിയിലുള്ള ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്, നമ്മൾ +2 ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഇവിടുന്ന് ഏകദേശം 4 ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറ്. അപ്പോൾ ഈ വർഷവും ആ ഒരു പാറ്റേണിൽ ബയോളജിൻ്റെ കേസിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഏകദേശം 4-5 ചാപ്റ്ററാണ് നമുക്ക് ബയോളജിയിൽ ഡിലീറ്റഡ് പോർഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയോ 3 ചോദ്യത്തിൻ്റെ അടുത്ത് ഏകദേശം ചോദിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് പ്രത്യേകം മാർക്ക് ചെയ്യാം. ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്,
അതുപോലെ ഇത് ഈ ബയോഡൈവേഴ്സിറ്റി, ഇതൊക്കെ 3 ചോദ്യമാണ് നമ്മളെ നീറ്റ് എക്സാമിന് ചോദിക്കൽ. നമുക്കറിയാം നമ്മളെ ബയോളജിയിലെ +1 ആദ്യത്തെ ചാപ്റ്ററാണ് ലിവിങ് വേൾഡ്. അവിടുന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ചോദ്യമാണ് നമുക്ക് കാണാറ്. ആ കാര്യം കൂടിയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളത് കെമിസ്ട്രിൻ്റെ കാര്യത്തിലാണ്. നമുക്കറിയാം ഇനോർഗാനിക് ഒക്കെ ഒരുപാട് ഡിലീറ്റ് അല്ലേ. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ട്രെൻഡ് പറയുകയാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി 38%, ഓർഗാനിക് കെമിസ്ട്രി 29%, ഇനോർഗാനിക് 38%. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി ഏകദേശം 38% ചോദിക്കാറുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയൊരു വേരിയേഷൻസ് നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. ഓർഗാനിക് കെമിസ്ട്രി ഏകദേശം 29% ഉള്ളത് ഒരു 32 അല്ലെങ്കിൽ 34% നമുക്ക് ഈ വർഷം ചോദിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഇനോർഗാനിക് കുറച്ച് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വെയിറ്റേജ് നമുക്ക് ഓർഗാനിക്കിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ 4 ക്വസ്റ്റ്യൻ്റെ അടുത്ത് ചോദിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മളെ പീരിയോഡിക് ടേബിളുകൾ, അതുപോലെ ഇക്വിലിബ്രിയം, റെഡോക്സ്, ഹാലോ ആൽക്കിൻസ് അല്ലേ, നമ്മളെ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ളതാണ്. ഇതാണ് ഏകദേശം 4 മാർക്കിൻ്റെ അടുത്ത്, അതായത് 4 ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ്. അതുപോലെ 2 to 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മളെ കെമിസ്ട്രിയിലുള്ള സം ബേസിക് കോൺസെപ്റ്റ്, അതുപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റം, തെർമോഡൈനാമിക്സ്, ഹൈഡ്രോ കാർബൺ സൊല്യൂഷൻസ്, ഈ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് 2 ക്വസ്റ്റ്യനുകളിൽ 3 ക്വസ്റ്റ്യൻ എടുത്താണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ഇനി 1 മുതൽ 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ചോദിച്ചാൽ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രാക്ടിക്കൽ കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അമീൻസ്, ബയോമോളിക്യൂൾസ്, ഇതൊക്കെയാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് നിങ്ങൾ MCQസിൻ്റെ നമ്പർ ഇനിയും നിങ്ങൾ ചെയ്തത് കുറവുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഉള്ളൊരു സമയം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ MCQs ഒക്കെ നിങ്ങൾ ചെയ്തെടുക്കുക. പെൻഡിങ് ടോപ്പിക്സ് നിങ്ങൾക്ക് ഏതെങ്കിലും വന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ ഇനി പുതുതായിട്ട് പഠിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അതിലുള്ള MCQs മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഉറപ്പ് വരുത്തണം, നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങളുടെ ടൈം ടേബിളിനോട് നിങ്ങൾ ചോദിക്കണം, ഒരു ദിവസം നിങ്ങൾ 3 സബ്ജക്റ്റും പഠിക്കുന്നുണ്ടോ എന്നുള്ളത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരുമിച്ച് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. പെൻഡിങ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ തിയറി കൂടുതൽ സമയം പഠിച്ചെടുക്കാതെ നിങ്ങൾ MCQസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാം നിങ്ങൾ എഴുതുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഈ സമയം വർദ്ധിച്ചെടുക്കുക. ഓൾ ദി ബെസ്റ്റ്.